രാജാവിനെ തിരികെ വേണം, ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം. രാജ്യഭരണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആളിക്കത്തുകയാണ് നേപ്പാളിൽ. പ്രക്ഷോഭത്തിനിടയിൽ യോഗി ആദിത്യനാഥിന്റെ ചിത്രം കൂടി കാണാം. ഇതിന്റെയൊക്കെ പിന്നിൽ ഇന്ത്യ എന്നാണ് പ്രധാനമന്ത്രി ഒലി പറയുന്നത്. ജനാധിപത്യത്തിലേക്ക് നേപ്പാൾ വഴിമാറിയിട്ട് 17 വർഷമാകുന്നതേയുള്ളൂ. എന്നാൽ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന രാജവാഴ്ച തിരികെ വേണമെന്ന് കാഠ്മണ്ഡുവിൽ ഇപ്പോൾ ഉയരുന്ന ആവശ്യമാണ്. 2015 മുതൽ മതനിരപേക്ഷത റിപ്പബ്ലിക്കായി തുടരുന്ന നേപ്പാളിനെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നും മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. ഇപ്പോൾ തെരുവ് പ്രക്ഷോഭങ്ങളെ നേപ്പാൾ സർക്കാർ പോലീസിനെ ഇറക്കി നേരിടുകയാണ്. പ്രക്ഷോഭത്തിൽ ഇതുവരെ 3 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 100-ലേറെ പേരെ അറസ്റ്റും ചെയ്തു കഴിഞ്ഞു. രാജാവ് തിരികെ വരൂ, രാജ്യത്തിനെ രക്ഷിക്കൂ എന്നാണ് നേപ്പാളിൽ ഉയരുന്ന ശക്തിയേറിയ മുദ്രാവാക്യം. മാർച്ച് 28-നാണ് ഈ ആവശ്യവുമായി ഒരു കൂട്ടം ആളുകൾ ഒരു റാലി നടത്തിയത്. രാജ്യഭരണത്തിന് അനുകൂലമായി റാലി നടക്കുമ്പോൾ തന്നെ ഇടതു മുന്നണിയുടെ എതിർ റാലിയും നടക്കുന്നു. 2 മുൻ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ ജനാധിപത്യത്തിന് അനുകൂലമായി പ്രസംഗിച്ചു. വീണ്ടും കിരീടമണിയാമെന്ന സ്വപ്നം വേണ്ടെന്ന് അവർ രാജാവ് ജ്ഞാനേന്ദ്ര ഷായ്ക്ക് മുന്നറിയിപ്പും നൽകി. രാജാവിനെ അറസ്റ്റ് ചെയ്യാൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. നേപ്പാളിലെ അവസാനത്തെ രാജാവാണ് ഇപ്പോൾ 77 വയസ്സുള്ള ജ്ഞാനേന്ദ്ര ഷാ. വീണ്ടും രാജ്യം ഭരിക്കണമെന്ന മോഹം ജ്ഞാനേന്ദ്ര ഷാ തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ നേപ്പാളിന്റെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക അവസ്ഥയിലുള്ള ആശങ്കയെക്കുറിച്ച് ജ്ഞാനേന്ദ്ര ഷാ ഇടയ്ക്കിടെ സന്ദേശങ്ങൾ ഇറക്കാറുണ്ട്. ജനങ്ങളുമായി സമ്പർക്കം സൂക്ഷിക്കാറുമുണ്ട്. ഫെബ്രുവരി 18-ന് ഷാ ജനങ്ങൾക്കയച്ച സന്ദേശമാണ് പ്രക്ഷോഭത്തിന് തുടക്കമിടാൻ പ്രചോദനമായത് എന്നും സൂചനകളുണ്ട്. സന്ദേശം ജനാധിപത്യ സർക്കാരിനെതിരെയായിരുന്നു. രാജഭരണം ഒഴിഞ്ഞ നേപ്പാളിൽ പ്രതീക്ഷിച്ച ക്ഷേമം ഉണ്ടാകുന്നില്ല. നേപ്പാൾ പോലൊരു പരമ്പരാഗത സമൂഹത്തിൽ നാനാത്വത്തിൽ ഏകത്വത്തിന്റെ പ്രതീകമായി രാജാവ് വേണമായിരുന്നു. ഇതിനൊക്കെ പുറമെ മാർച്ച് 9-ന് കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ ജ്ഞാനേന്ദ്ര ഷായ്ക്ക് പിന്തുണ അറിയിച്ച് ആയിരക്കണക്കിന് ജനങ്ങൾ എത്തിയിരുന്നു. ഷാ അവരെ അഭിവാദ്യവും ചെയ്തിരുന്നു. അഴിമതിയും സർക്കാരിന്റെ കാര്യബോധമില്ലായ്മയും തന്നെയാണ് ജനങ്ങളെ തെരുവിലിറക്കിയത്. 2008-ൽ രാജ്യഭരണം അവസാനിച്ച ശേഷം നേപ്പാളിൽ ഇതുവരെ 13 സർക്കാരുകൾ വന്നു. ജനങ്ങൾ വോട്ട് ചെയ്തത് ജയിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ കൂടാതെ ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത പ്രതിനിധികളെ നൽകുന്ന ആനുപാതിക പ്രാതിനിധ്യ രീതിയും ചേർന്നതാണ് നേപ്പാളിന്റെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം. അതുകൊണ്ട് തന്നെ ഒറ്റ പാർട്ടിക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാറില്ല. അതിനാൽ സഖ്യ സർക്കാരുകളാണ് നേപ്പാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സഖ്യ സർക്കാരുകളുടെ എല്ലാ പോരായ്മകളും അതിനാൽ തന്നെ നേപ്പാൾ ഭരണകൂടത്തിന് ഉണ്ടാകാറുമുണ്ട്. രാഷ്ട്രീയ വിലപേശലിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യശാസ്ത്രപരമായ ഐക്യമൊന്നും ഇല്ലാതെ ഉണ്ടാകുന്ന സർക്കാരുകളിൽ അഴിമതിയും കൂടുതലാണ്. രാഷ്ട്രീയക്കാർക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ മന്ത്രിസഭയുടെ അനുമതി വേണമെന്ന കീഴ്വഴക്കം ഉള്ളതിനാൽ അന്വേഷണങ്ങളും നടക്കാറില്ല. പ്രധാനമന്ത്രി ഒലി മുതൽ ഭരണസഖ്യത്തിലെ ഏതാണ്ട് എല്ലാ പ്രമുഖരും അഴിമതി ആരോപണമോ അന്വേഷണമോ നേരിടുന്നതാണ്. 2008 മുതലുള്ള രാഷ്ട്രീയ അസ്ഥിരത, 2015-ലെ ഭൂകമ്പം, 2020-ലെ കോവിഡ്, അങ്ങനെ എല്ലാ കാലത്തും നേപ്പാളിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാൻ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളോടും അവയുടെ പ്രായം ചെന്ന നേതാക്കളോടും യുവാക്കൾക്ക് ആഭിമുഖ്യം കുറഞ്ഞതും മറ്റൊരു കാരണമാണ്. അതേസമയം പ്രക്ഷോഭം മുറുകാനിടയുണ്ടെങ്കിലും രാജഭരണം പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ. രാജഭരണം തിരികെ കൊണ്ടുവരണമെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യണം. അതിന് പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷം വേണം. 14 അംഗങ്ങൾ മാത്രമുള്ള സമരരംഗത്തുള്ള RPP വിചാരിച്ചാൽ അത് നടക്കില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. അതിനിടെ രാജഭരണത്തിന് അനുകൂല പ്രക്ഷോഭം ആളിക്കത്തിച്ചത് ഇന്ത്യയാണെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി ഒലി രംഗത്ത് വന്നിരുന്നു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർ ജ്ഞാനേന്ദ്രയുടെ ചിത്രത്തിനൊപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ചിത്രവും ഉയർത്തിപ്പിടിച്ചതാണ് ഇങ്ങനെ ഒരു ആരോപണത്തിന് ഇടയാക്കിയത്. യോഗി ആദിത്യനാഥ് മുഖ്യ പുരോഹിതനായ ഗോരഖ്നാഥ് മഠത്തിന് നേപ്പാൾ രാജകുടുംബവുമായി ചരിത്രപരമായ ബന്ധമുണ്ട്. മുഖ്യമന്ത്രിയാകും മുൻപ് നേപ്പാളിലെ രാജഭരണത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് ആദിത്യനാഥ് സംസാരിച്ചിട്ടുമുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങൾ നേപ്പാളിലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ഇന്ത്യയുടെ ഇടപെടലുണ്ടായെന്ന ആരോപണങ്ങൾക്ക് കാരണം ഇതാണെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ ഇടപെടലുണ്ടായെന്ന നേപ്പാളിന്റെ ആരോപണം വിദേശകാര്യമന്ത്രി S ജയശങ്കർ നിരാകരിച്ചിട്ടുമുണ്ട്.